ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് വാവയുടെ മുടിക്ക് ചെയ്യുന്ന ഒരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വാവയ്ക്ക് അവധി വരുന്ന ശനിയോ ഞായറോ ഏതെങ്കിലും ഒരു ദിവസം എല്ലാ ആഴ്ചയിലും ഞാൻ ഇതിങ്ങനെ തേച്ച് കൊടുക്കാറുണ്ട്. കുഞ്ഞിൻ്റെ മുടി ഒട്ടും ഹെൽത്തി അല്ലാത്ത മുടിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഈ പായ്ക്കൊന്ന് നമ്മൾ തേക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല മാറ്റമുണ്ട്. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ ഇതൊന്ന് കാണിക്കാമെന്ന് ഓർത്തേ. ഇതിനായിട്ട് ഒരു നാടൻ കോഴിമുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കോഴിയുണ്ട്, അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് മേടിച്ച മുട്ടയല്ല. അപ്പം അതിൻ്റെ മഞ്ഞ ഇങ്ങനെ കൈ പിടിച്ച് തന്നെ മാറ്റിയാൽ പൊട്ടാതെ കിട്ടും. ഇതിലേക്ക് ഇനി ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ടുവല്ലോ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കോഴിമുട്ട കൊണ്ട് ഞാൻ 2 പേർക്കും തേച്ച് കൊടുക്കും. മാധവന് തേക്കുമ്പോൾ കുറച്ചെടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് നാരങ്ങയും കൂടെ ആഡ് ചെയ്താണ് തേക്കുന്നത്. മോൻ്റെ തലയിൽ ചെറുതായിട്ട് ഡാൻഡ്രഫ് ഉണ്ട്. ഇത് തേച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഡാൻഡ്രഫൊക്കെ മാറിക്കിട്ടും. പാവ സ്ഥിരമായിട്ട് ഇത് തേക്കുന്നതുകൊണ്ട് തേക്ക റെഡിയായിട്ട് കസേര കയറി ഇരിപ്പുണ്ട്. ഈ പായ്ക്ക് ശരിക്കും തലയോട്ടിയിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത്. നമ്മൾ സ്ഥിരമായിട്ട് ഇത് തേക്കുന്നതുകൊണ്ട് കുഞ്ഞിനങ്ങനെ പനിയൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ പനിയൊക്കെ വരുന്നവരാണ് കുറച്ച് ടൈം തേച്ചാൽ മതിയാകും. ഇവിടെ ഞാൻ എല്ലാ ആഴ്ചയിലും തേച്ച് ഇങ്ങനെ കൊടുക്കുന്നതാണ്. നമ്മൾ എല്ലാ ദിവസവും എണ്ണ കുഞ്ഞിന് തല തേക്കാറില്ല, അവൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഈ കിട്ടുന്ന ഒരു ദിവസമാണ് ശരിക്കും എണ്ണ തേച്ച് നമ്മൾ കുളിപ്പിക്കുന്നത്. അപ്പം നന്നായിട്ട് ഇതൊന്ന് ആ തലയോട്ടിയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് എടുക്കണം. വാവയുടെ തലയിൽ അങ്ങനെ ഡാൻഡ്രഫ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നാരങ്ങ നീര് ചേർത്തിട്ടില്ല. മുട്ടയുടെ വെള്ളയും വെളിച്ചെണ്ണയും മാത്രമുള്ള ആ പായ്ക്കാണ് വാവയ്ക്ക് തേച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് തലയോട്ടി തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കുറച്ച് ടൈം നമ്മളൊരു മസാജും കൂടെ തലയ്ക്കൂടെ കൊടുക്കണം. ആർക്കായാലും തലയൊക്കെ ഒന്ന് മസാജ് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞു അടങ്ങി തന്നെ ഇരിപ്പുണ്ട്. ഇഷ്ടമാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് ഒരു 3-4 മിനിറ്റോളം ഒന്ന് അത് മസാജ് ചെയ്ത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ തലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഈ പായ്ക്ക് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും അത് എല്ലാം തലയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ വേണമെങ്കിൽ അവർ കളിക്കുകയോ എന്ത് വേണം ചെയ്തോട്ടെ. വാവ സാധാരണ ഇത് തലയിൽ തേച്ചതിന് ശേഷം അതിലെല്ലാം കളിച്ചൊക്കെ നടക്കും. ഈ മുട്ടയുടെ വെള്ളയിലേക്ക് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഉളുമ്പുനാറ്റമൊന്നുമില്ല കേട്ടോ. മുട്ടയാണെന്ന് പറഞ്ഞാൽ ഉളുമ്പിൻ്റെ ഭയങ്കര മണമൊന്നുമില്ല, നമുക്ക് അറിയത്ത് പോലും ഇല്ല. അങ്ങനെ ഭയങ്കര മണമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ തേച്ച് കൊടുക്കുമ്പോൾ എൻ്റെ മുടി വളരുമോ അമ്മയെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് ആ മുടി ഞാൻ ഒന്ന് സൈഡിലേക്കാക്കി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ മുടിയൊക്കെ നല്ല കട്ടിയാകും. ഇത് ഉണങ്ങുന്ന അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമേ. അപ്പോൾ വാവ ഒന്ന് തേച്ച് നന്നായിട്ട് നോക്കി എന്നെ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ കളിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി. ഏകദേശം ഉണങ്ങാറായി. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് ഉണങ്ങാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ കുഞ്ഞിൻ്റെ വാവയായിരുന്നപ്പോഴത്തെ ബാത്ത് ടബ് അതിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്ന ദിവസവും കുഞ്ഞിന് അതിൽ കുളിക്കണം എന്ന് തോന്നുന്ന ദിവസങ്ങളിലൊക്കെ നമ്മളൊന്ന് ഇതുപോലെ ബോഡി വാഷ് അതിലിട്ട് ഒന്ന് പതപ്പിച്ചിട്ട് ഇങ്ങനെ അതിൽ കിടന്ന് കുറേ നേരം കുളിക്കാറുണ്ട്. മാധവ് കുഞ്ഞിൻ്റെ ചേട്ടനാണ്. മാധവാണ് കുഞ്ഞിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവൻ അവിടെ നിന്ന്. ഞാനിങ്ങനെ പത നിറച്ചത് തന്നെ കുറേ നേരം അതിൻ്റെ അകത്ത് കിടന്ന് കളിച്ചോളും. അത്രയും ടൈമും കൂടെ ആ പായ്ക്കൊന്ന് തലയെ പിടിച്ചോട്ടെന്ന് ഓർത്തിട്ടാണ്. പതയുള്ളതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അതിൻ്റെ അകത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. ഇതെന്തുവാ സംഭവം എന്നൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ്. ആ പത പൊങ്ങി വരുന്നതൊക്കെ നോക്കി കളിച്ചൊക്കെ അതിൻ്റെ അകത്ത് ഇരുന്നോളും. എന്തെങ്കിലും കാരണവശാൽ വാവയ്ക്ക് പനിയാണെങ്കിൽ മാത്രമേ, പനിയോ ജലദോഷമോ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പായ്ക്ക് തേച്ച് കൊടുക്കാതിരിക്കത്തുള്ളൂ. ഇത് എല്ലാ ശനിയോ ഞായറോ കൃത്യമായിട്ട് ഞാൻ തേച്ച് കൊടുക്കാറുണ്ട്. കുറച്ച് ടൈം എടുക്കും. എങ്ങനെ കളിച്ചാലും ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു കണ്ടീഷണറാണ് മുട്ടയുടെ വെള്ള എന്നാണ് പറയുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു മാറ്റം അറിയാൻ പറ്റും. മുടി തേച്ച് കഴിയുമ്പോൾ തന്നെ നല്ലതാകും മുടി. ഇനി നമുക്ക് ഇപ്പം നല്ല കമ്പി പോലാണ് മുടിയൊക്കെ ഇരിക്കുന്നത് ഉണങ്ങിക്കഴിയുമ്പം. ഇനി ഇതിലേക്ക് കുറച്ച് ഓസിൽ തന്നെ വെള്ളം ഞാനൊന്ന് ഒഴിച്ച് കൊടുത്ത് മുടി ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഷാമ്പു ഇട്ട് നമ്മളൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നത്. വാവ കണ്ണടച്ചിരിപ്പുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് നനച്ചതിന് ശേഷം ഹിമാലയയുടെ ടിയർ ഫ്രീ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഷാമ്പു ആണ് തേച്ച് കൊടുക്കുന്നത്. ഷാമ്പു നന്നായിട്ട് ഒന്ന് തേച്ച് പിടിച്ച് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഇത് കണ്ണിൽ പോയാലും നീറത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ തലയിൽ തേച്ച് കുളിപ്പിച്ചെടുക്കാം. കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് നമ്മൾ ഇതേ ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. വേറെ ഷാമ്പു ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കുഞ്ഞിൻ്റെ തലയിൽ. അങ്ങനെ ഷാമ്പുവും തേച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരം ചെയ്യുന്നതുകൊണ്ടായിരിക്കും വാവ വലിയ മേടൊന്നും ഇല്ലാതെ നമ്മളോട് സഹകരിച്ച് തന്നെ എല്ലാം ചെയ്യാനിരുന്നൊക്കെ തരുന്നുണ്ട്. ആ പതയുള്ളത് കൊണ്ട് തന്നെ പതയിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നോക്കി കളിച്ചൊക്കെ ഇരുന്നോളും. നല്ലതായിട്ട് ഒരു 2-3 വട്ടവും കൂടെ പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ തല മാത്രമായിട്ട് വാവയ്ക്ക് കുറച്ച് നേരവും കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് തലയൊന്ന് തോർത്തിയിട്ട് കുറച്ച് നേരവും കൂടെ കുഞ്ഞിരുന്ന് വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം ഞാൻ അകത്ത് കൊണ്ടുപോയി ഒന്നും കൂടെ നന്നായിട്ട് കുളിപ്പിച്ചെടുക്കും. മേലൊക്കെ ഒന്നുകൂടെ നല്ലതായിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതിന് ശേഷം എന്തായാലും നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ദിവസം കുഞ്ഞ് നല്ല എൻജോയ്മെൻ്റാണ്. കുറേ നേരം വെള്ളത്തിൽ കളിക്കാമല്ലോ എന്നോർത്ത് അവൾ ഹാപ്പിയാണ്. നമ്മളോട് സഹകരിക്കുന്നതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. വാവയെ തേപ്പിച്ചിരുന്ന ടൈമിൽ തന്നെ ഞാൻ മോനും ഇത് തന്നെ വായ്ക്ക് തലയിൽ തേച്ച് കൊടുത്തായിരുന്നു. അവന് നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ ചെന്നിട്ട് എല്ലാ പിള്ളേരെയൊക്കെ ചീപ്പിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ തേച്ച് കൊടുത്ത് അവൻ കഴുകിക്കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് ഡാൻഡ്രഫ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഡാൻഡ്രഫ് ഉള്ളവർ ഉറപ്പായിട്ട് ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ ഞാൻ കുളിപ്പിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. ഇതാണ് കുഞ്ഞിനെ കഴുകി കഴിഞ്ഞിട്ടുള്ള മുടിയുടെ ഒരവസ്ഥ. അപ്പോൾ എല്ലാവരും ഈ പായ്ക്കൊന്ന് വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.